ഹലോ. അപ്പോൾ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പാർട്ട് 3 കണ്ടല്ലോ. അപ്പോൾ പാർട്ട് 3 കണ്ടവർ മാത്രം വന്ന് കാണുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അതിനകത്ത് കുറച്ച് പർട്ടിക്കുലർ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഉള്ള ക്ലാസ്സിലും ഹെൽപ്ഫുൾ ആവും. ആരെങ്കിലും ഇതാണ് നിങ്ങളുടെ ദൗർഭാഗ്യവശാൽ നിങ്ങളുടെ കണ്ണിൽ ആദ്യം പെടുന്നതെങ്കിൽ നിങ്ങൾ ചാനലിൽ പോയിട്ട് നോക്കുക. നമ്മൾ പാർട്ട് 1 പ്ലേലിസ്റ്റ് സെക്ഷനിലെല്ലാം ഉണ്ട്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ്റെ പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, പോയി ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം ഒന്നും കളയാതെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഓക്കെ, ഓക്കെ, ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. The seats of mathematics, English and chemistry in a school are in the ratio of 6:4:7. If the seats are increased by 20%, 40%, 60% respectively, the ratio of increased seats is what? പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു സ്കൂളിൽ മാത്സിനും ഇംഗ്ലീഷിനും കെമിസ്ട്രിക്കും മാത്സിനും ഇംഗ്ലീഷിനും കെമിസ്ട്രിക്കും ഉള്ള സീറ്റുകൾ 6:4:7 എന്ന് പറഞ്ഞ അനുപാതത്തിൽ പിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും ഓരോന്നിൻ്റെയും സീറ്റുകൾ 20%, 40%, 60% ഇൻക്രീസ് ചെയ്താൽ, അതായത് മാത്സിൻ്റെ 20% ഇൻക്രീസ് ചെയ്യുന്നു, ഇംഗ്ലീഷിൻ്റെ 40% ഇൻക്രീസ് ചെയ്യുന്നു, കെമിസ്ട്രിയുടെ 60% ഇൻക്രീസ് ചെയ്യുന്നുവെങ്കിൽ അവസാനം വരുന്ന റേഷ്യോ എന്താണെന്ന്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിനോട് കോമൺ ആയിട്ടൊരു കാര്യം ആഡ് ചെയ്യുമ്പോൾ എക്സ് എന്ന് ഇട്ടിട്ട് നിങ്ങൾ ആഡ് ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ കുഴപ്പമില്ല. ഇവിടെ ഇതിൻ്റെ തന്നെ പേഴ്സൻറ്റേജാണ് ഇൻക്രീസ് ചെയ്യുന്നത്, അല്ലേ? 6ൻ്റെ തന്നെ പേഴ്സൻറ്റേജാണ്, 4ൻ്റെ തന്നെ പേഴ്സൻറ്റേജാണ്, ഇതിൻ്റെ തന്നെ പേഴ്സൻറ്റേജാണ്. പേഴ്സൻറ്റേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, പേഴ്സൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷൻ അല്ലേ, 100ൽ ഉള്ളൊരു ഭാഗമാണ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത്. റേഷ്യോവും ഒരു ഫ്രാക്ഷൻ അല്ലേ, 6:4 എന്ന് പറഞ്ഞാൽ 6/4 അല്ലേ. അപ്പോൾ അങ്ങനെ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിനകത്തൊരു പ്രശ്നവും. അതേസമയം നമ്മളൊരു സിംഗിളായിട്ടൊരു കോൺസ്റ്റന്റ് വാല്യൂ ഒക്കെ നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ ആഡ് ചെയ്യും, എസ്പെഷ്യലി ഏജ് റിലേറ്റഡ് പ്രോബ്ലംസിൽ, അല്ലേ? അത് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി കാര്യത്തിലോട്ട് കിടക്കാം. ഇവിടെ നമ്മൾ 6ൻ്റെ 20% എടുക്കാൻ പോയാൽ എന്താ പ്രശ്നം? 6x20/100 അല്ലെങ്കിൽ 6x1/5, 6/5 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അത് ഡെസിമലിലോട്ട് വരും. അപ്പോൾ ഡെസിമലി വന്നാൽ നമുക്കൊരു രസമില്ല ചെയ്യാൻ. രസമില്ലെന്നല്ല, ബുദ്ധിമുട്ടാണ് ചെയ്യാൻ, അല്ല? ഇവിടെയൊക്കെ ഓക്കെ, എന്നാലും അത് എല്ലാം ഡെസിമലിലോട്ട് വരും. അപ്പോൾ നമ്മൾ ഈസി ആക്കാനായിട്ട് ഇവിടെ എല്ലാത്തിലും 0 ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് മേളിലും 0 ഉള്ള രീതിയിലോട്ട് ആക്കാം. അപ്പോൾ മേളിൽ എല്ലാത്തിനെയും 0 ആക്കാൻ എന്ത് ചെയ്യണം? മാഞ്ഞുപോയി. എല്ലാത്തിനെയും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൊത്തത്തിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60, 40, 70. അപ്പോൾ കുഴപ്പമില്ല, റേഷ്യോ തന്നെയല്ലേ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പോൾ 60, 40, 70. 60ൻ്റെ 20% 12. അപ്പോൾ 12 കൂടണം. 12 വേറൊരു തെറ്റ് മിക്കവർക്കും പറ്റുന്നത്, ഈ ശ്രദ്ധ പോയിട്ട് നേരെ 12, 16, 42 എഴുതി പോയിട്ട് അത് എഴുതും. അതല്ല, 12 കൂടുക, 20% കൂടുന്നു. ഇവിടെ 40% കൂടുന്നു. 40ന് 40% 16 കൂടുന്നു. ഇവിടെ 70ൻ്റെ 60% 42. അപ്പോൾ 42 കൂടുന്നു. അപ്പോൾ എന്ത് വരും? 72 ഈസ്റ്റു 56 ഈസ്റ്റു എന്ത് വരും? 102. അപ്പോൾ 72, 56, 102. 8 കൊണ്ട് പോയാൽ 8 കൊണ്ട് വിട്ടാലോ? 8 കൊണ്ട് വിട്ടാൽ 9:7 എന്ത് വരും? 14 വരും, അല്ലേ? 9:7:14 വരും. തെറ്റി. ഇവിടെ 2 ഇതല്ലേ, 11 അല്ലേ? അതാ ഞാൻ വിചാരിച്ചത്. മൈൻഡിൽ 112 കിടക്കുക, പിന്നെന്താ ഈ 102 അവിടെ കിടക്കുന്നതെന്ന് വിചാരിച്ചു. അപ്പോൾ 8 കൊണ്ട് പറ്റുമ്പോൾ എന്താവും? 14. 9:7:14 വരും. ഏതാ ഓപ്ഷൻ? ബി. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോകാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കാം. നല്ല ശ്രദ്ധയോടുകൂടെ വായിച്ചോ. ഇൻ എ പാർട്ടി ഹാൾ there are people in blue and red dresses. The ratio of the number of men in blue to the number of women in red is 3:7. അതൊരിക്കലും പിന്നെ നേരെ ചോദിക്കില്ല. റേഷ്യോ ഓഫ്
മെൻ ഇൻ എന്താ ബ്ലൂ ടു വിമൻ ഇൻ ബ്ലൂ അങ്ങനെ തരത്തില്ല. അവന്മാരെപ്പോഴും തിരിച്ചു മറിച്ചൊക്കെ തരത്തുള്ളൂ, നമ്മളെ ബുദ്ധിമുട്ടിക്കണമല്ലോ. ഓക്കെ, the ratio of the number of men in blue to the number of women in red is 3:7. The ratio of men in red to the number of women in blue is 2:1. If the ratio of the number of people in blue to the number of people in red is 35:76, then what is the ratio of the number of men to the number of women എന്നതാണ് ചോദ്യം. അപ്പോൾ വായിച്ച് മനസ്സിലായല്ലോ. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അതുപോലെ എഴുതാം. എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? എന്താണ്, ഒരു പാർട്ടി ഹാളിൽ റെഡും ബ്ലൂവും ഡ്രസ്സിലാണ് ആൾക്കാരുള്ളത്. അതിൽ മെന്നിൻ്റെ അകത്തും റെഡും ബ്ലൂ ഇട്ടവരുണ്ട്, വുമൻ്റെ അകത്തും റെഡും ബ്ലൂവും, വിമൻ്റെ അകത്തും റെഡും ബ്ലൂ ഇട്ടവരുണ്ട്. ഓക്കെ, അപ്പോൾ മെന്നിൽ ബ്ലൂ ധരിച്ചവരും വിമനിൽ റെഡ് ധരിച്ചവരും തമ്മിലുള്ള റേഷ്യോ ആദ്യം തന്നിട്ടുള്ള അത് നമുക്ക് ഇങ്ങനെ എഴുതാം. മെന്നിൽ ബ്ലൂ ധരിച്ചവരും വിമനിൽ റെഡ് ധരിച്ചവരും തമ്മിലുള്ള റേഷ്യോ തന്നിട്ടുള്ളത്. The ratio of the number of men in blue to the number of women in red is 3:7. പിന്നെന്താ, ഇതിൻ്റെ ഉൾട്ടാ കേസ് തന്നിട്ടുണ്ട്. എന്താ, മെൻ ഇൻ റെഡും വിമൻ ഇൻ ബ്ലൂവും. മെൻ ഇൻ റെഡ് ഈസ് ടു വിമൻ ഇൻ ബ്ലൂ എന്നുള്ളത് എന്ത് തന്നിട്ടുണ്ട്? 2:1. 2:1. ഓക്കെ, ഇഫ് ദ ഇനി ഇത് കമ്പൈൻ ചെയ്തുള്ള പരിപാടി ഉണ്ടല്ലേ. ഇഫ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ബ്ലൂ ടു ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ റെഡ് ഈസ് 35:76. അതായത് ആലോചിച്ച് നോക്കിയേ, ഇപ്പോൾ മെന്നും വിമനും എന്താ ജെൻഡർ ഡിഫറൻസ് ഒന്നും ബാധകമാകാതെ ഡ്രസ്സിൻ്റെ ഡിഫറൻസിൽ മാത്രം നമ്മൾ പറയുക. അതായത് റേഷ്യോ ഓഫ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ബ്ലൂ, അതായത് ബ്ലൂ ഡ്രസ്സ് ധരിച്ച ഇതും അല്ലേ, ഇവിടെ വിമൻ ഇൻ ബ്ലൂ, ഇതിൻ്റെ രണ്ടിൻ്റെയും റേഷ്യോ, പിന്നെന്താ റെഡ് ഡ്രസ്സ് ധരിച്ച ഇതിൻ്റെ രണ്ടിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്താ ഇവിടുന്ന് ഇങ്ങനെ കമ്പൈൻ ചെയ്ത് നമുക്ക് എഴുതണ്ടേ. ഇവിടുന്ന് കമ്പൈൻ ചെയ്ത് ഇവിടുത്തെ ബ്ലൂവും കമ്പൈൻ ചെയ്യണം, ഇവിടുത്തെ റെഡും കമ്പൈൻ ചെയ്യണം. അപ്പോൾ എന്താ, അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ് കൊടുക്കണം. പക്ഷേ ഇവിടെ ഇവിടെ മൊത്തത്തിൽ എക്സ് കൊടുത്താൽ ശരിയാവില്ല. ഇത് രണ്ടും രണ്ട് ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് റേഷ്യോസ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എക്സ് കൊടുക്കും, ഇവിടെ എന്ത് കൊടുക്കും, വൈ കൊടുക്കും. ഓക്കെ, വൈ കൊടുത്തില്ലേ? അപ്പോൾ ഇനി എഴുതാമല്ലോ. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത്? ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ബ്ലൂ. നമ്മൾ ബ്ലൂ മാത്രം ധരിച്ച ആൾക്കാരുടെ റേഷ്യോ എടുക്കുക. ബ്ലൂ മാത്രം ധരിച്ച ആൾക്കാർ എന്തൊക്കെയാ? അതെ, ഇവിടെ 3x ആണുങ്ങൾ ബ്ലൂ ധരിച്ചിട്ടുണ്ട്, ഇവിടെ 1y സ്ത്രീകൾ ബ്ലൂ ധരിച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുവരാം, ഇവിടുന്ന് കൊണ്ടുവരാം. ബ്ലൂ ധരിച്ചവരൊക്കെ നമ്മൾ കൊണ്ടുവരാം. 3x പ്ലസ് 1y എന്നുള്ളത് എന്താ, y എന്ന് എടുക്കാം. 3x പ്ലസ് y ഈസ് ടു എന്നല്ല എഴുതാൻ പോകുന്നത്, അത് ബൈ എന്നും എഴുതാമല്ലോ. ആദ്യത്തെ ക്ലാസ് അനുസരിച്ച് ബൈ എന്താ, അടുത്തെന്താ, റെഡ് ധരിച്ച സ്ത്രീകൾ ഇവിടെ 7x, റെഡ് ധരിച്ച പുരുഷന്മാർ 2, അപ്പോൾ 7x പ്ലസ് 2y. ഓക്കെ, ഇതിൻ്റെ ആവശ്യമില്ല. അത് എന്താ അതിൻ്റെ റേഷ്യോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ? 35:76, അതായത് 35/76. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂ. അപ്പോൾ എന്താ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ, 76 × 3 18, ഇത് 3 7 21 228. 228x plus 76y equal to 7x into 35. എന്ത് വരുന്നത്? 7x into 35 എന്ന് പറയുമ്പോൾ 49 into 5 ആണ്. 49 into 5 45, അപ്പോൾ 20 24 245 അല്ലേ. 245 പ്ലസ് എന്ത് വന്നു, 2y into 35, 70y അല്ലേ. അപ്പോൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചെയ്യാമല്ലോ. എന്ത് സംഭവിക്കും? 70 ഇങ്ങോട്ട് കൊണ്ടുവരിക. 76y 70y പോകുമ്പോൾ 6y. 245 ഇത് എക്സ് ആകട്ടോ, സോറി ഇവിടെ എക്സ് ഇടാൻ മറന്നു. 76 × 3x അല്ലേ, സോറി. അപ്പോൾ 245x 228x 245 നമ്മുടെ 20 പോകുമ്പോൾ എന്താ വരുന്നത്? അപ്പോൾ 17x വരും അല്ലേ. 17x 6y is equal to 17x എന്ന് വന്നു. 6y equal to 17x എന്ന് വന്നല്ലോ.
അപ്പോൾ എന്താ 6y = 17x എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? ക്രോസ് മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ക്രോസ് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും അവസാനം? 6 = 17x/y എന്ന് വരില്ലേ? 17x/y എന്ന് വരില്ലേ? അതായത് അവസാനം x/y എന്നുള്ളത് എങ്ങനെ വരും? x/y എന്നുള്ളത് എങ്ങനെ വരും? 7 താഴെ ഇവിടെ 17 വരും, 6 വരും. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ല എങ്ങനെ വരുന്നത്? 6y = 17x എന്ന് അല്ലേ? x/y = 6/17 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? x എന്ന് പറഞ്ഞാൽ 6 ആണ്, y എന്ന് പറഞ്ഞാൽ 17 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇത്രയും ഡാറ്റ ഇതുവരെ മതി. ഇത് നമ്മൾ തൽക്കാലം വായിക്കാം. കറക്റ്റ് കാൽക്കുലേഷൻ തെറ്റിയോ നോക്കിയതാ, കറക്റ്റാണ്. അപ്പോൾ x = 6, y = 17 വരെ എത്തി. മനസ്സിലായല്ലോ? മനസ്സിലായി. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് മെൻ ടു ദ നമ്പർ ഓഫ് വിമൻ? അത് ഇതിലുണ്ടല്ലോ, ഇവിടെ ഉണ്ടല്ലോ ഡാറ്റ. നീല ധരിച്ച ആണുങ്ങളും റെഡ് ധരിച്ച ആണുങ്ങളും കൂടി ഉള്ളതല്ലേ ടോട്ടൽ മെൻ. ഇതും കൂടെ ഉള്ളതല്ലേ ടോട്ടൽ മെൻ. 3x + 2y അല്ലേ ടോട്ടൽ മെൻ. 3x + 2y ആണ് ടോട്ടൽ മെൻ. ഇതും കൂടെ ഉള്ളതല്ലേ ടോട്ടൽ വിമൻ. ഈസ് ടു എന്താ 7x + y. അതിനകത്ത് ഇട്ടാൽ പോരെ. 3x എന്താ 18 + y എന്ന് പറഞ്ഞാൽ എന്താ? y എന്ന് പറഞ്ഞാൽ എന്താ 17. അപ്പോൾ 3x 18 + 17 × 2 എന്താവും? നമ്മുടെ 34. 18 + 34 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഒരു മിനിറ്റ് എന്തോ ഒരു തെറ്റ് പറ്റിയോ? മിസ്റ്റേക്ക് പറ്റിയോ? ഇല്ല. ഓക്കെ, അപ്പോൾ 3x എന്താ 18 + 2y 2 × 17 എന്ത് വരും? 34 അല്ലേ? അപ്പോൾ 34 + എന്താ 18 എന്ത് വന്നു? 52 ഈസ് ടു ഇതെന്താ 7x 7 × 6 42. y തന്നെ 42 + 17 42 10 52 7 എന്താണ് 59. 52 ഈസ് ടു 59. ഓപ്ഷൻ ഡി അല്ലേ? ഓപ്ഷൻ ഡി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ 52 ഈസ് ടു 59 ആണ് ടോട്ടൽ മെന്നും വിമനും തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ കുറച്ച് കൺഫ്യൂസിങ് പോലെ തോന്നും, പക്ഷേ ഇവിടെ കിടക്കുന്ന ഈ ഡാറ്റ നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്താൽ നമുക്കത് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റിന് പോവാം. ഓക്കെ, ഈ ചോദ്യം നോക്ക്, ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ഇൻ ആൻ ഓഫീസ് വിത്ത് 40 ഓഫീസേഴ്സ്, ദി ആവറേജ് സാലറീസ് ഓഫ് ക്ലാസ് എ, ക്ലാസ് ബി ആൻഡ് ക്ലാസ് സി ഓഫീസേഴ്സ് ആർ ₹600, ₹700 and ₹1000 a day respectively. The number of class A, class B and class C officers in the office are in the ratio of 5:4:1 respectively. Find the monthly average salary of an officer, all the 40 of them taken together. Assume the number of days in a month to be 30. അതായത് ഒരു ഓഫീസിൽ മൊത്തം 40 ഓഫീസേഴ്സ് ഉണ്ട്. അവരുടെ ആവറേജ് സാലറീസ് ഓഫ് ക്ലാസ് എ, ക്ലാസ് ബി, ഈ 40 ഓഫീസേഴ്സ് ഉള്ള ഈ ഓഫീസിൽ ആ ജീവനക്കാരെ 3 ക്ലാസ്സുകളിലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അത് ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി എന്നാണ്. ഈ 3 ക്ലാസ്സുകളുടെയും റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ആവറേജ് സാലറീസും തന്നിട്ടുണ്ട് ഒരു ദിവസത്തെ. അതുമാത്രമല്ല, ആ 3 ക്ലാസ്സുകളിലെയും ജീവനക്കാരുടെ എണ്ണത്തിൻ്റെ റേഷ്യോയും തന്നിട്ടുണ്ട്, അനുപാതം. അങ്ങനെയാണെങ്കിൽ മന്ത്ലി ആവറേജ് സാലറി, ഒരു ഓഫീസറുടെ മന്ത്ലി ആവറേജ് സാലറി, ഒരു ദിവസത്തെ മന്ത്ലി ആവറേജ് സാലറി എന്തിൻ്റെ? ആ ക്ലാസ്സിന് തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ ഒരു മാസത്തെ ഒരു ഓഫീസറിൻ്റെ മന്ത്ലി ആവറേജ് സാലറി വായിക്കുമ്പോൾ ഇത്തിരി കൺഫ്യൂഷൻ തോന്നും. ഒരു കുഴപ്പമില്ല, ഡീക്ലറ്റർ ചെയ്യാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മൊത്തം 40 പേരുള്ള ഒരു ഓഫീസ്, അതിൽ ജീവനക്കാരെ എ, ബി, സി എന്ന് തരം തിരിച്ചിരിക്കുന്നു അല്ലേ? എയിലും ബിയിലും സിയിലുമായിട്ട് 40 പേരെ വെച്ചിരിക്കുകയാണ്. എന്നാൽ അതിൽ ഒരു ദിവസം എ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ജീവനക്കാരുടെ ആവറേജ് സാലറി എന്ന് വെച്ചാൽ 600, ബിയിലത് 750, സിയിലത് 1000. ഓക്കെ, ഇതാണ്. ഓക്കെ, പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? എയിലെയും ബിയിലെയും സിയിലെയും ജീവനക്കാരുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5
5:4:1. അതായത് ഈ 40-നെ ഇങ്ങനെ 5:4:1 എന്ന് പറഞ്ഞ് ഇവരുടെ ഇടയ്ക്ക് പിരിച്ചിട്ടിരിക്കുകയാണ്. ഈ ഡാറ്റ നമ്മുടെ കയ്യിലുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്? ഫൈൻഡ് ദ മന്ത്ലി ആവറേജ് സാലറി ഓഫ് എൻ ഓഫീസർ. ഓക്കെ അതവിടെ നിൽക്കട്ടെ. ഇതെന്താ? എ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ജീവനക്കാരുടെ ആവറേജ് സാലറിയാണ്. അപ്പോൾ അവരുടെ എണ്ണത്തിൻ്റെ റേഷ്യോ തന്നിട്ടില്ലേ? ഈ റേഷ്യോ തന്നെയാണ് അവരുടെ റിയൽ എണ്ണം എന്ന് നമുക്ക് വിചാരിക്കാം. അതായത് എ എന്ന് പറഞ്ഞ ക്ലാസ്സിൽ എ എന്ന് പറഞ്ഞ ക്ലാസ് ഓഫ് ജീവനക്കാരിൽ 5 പേര് ഉൾപ്പെടുന്നു, ബി എന്ന് പറഞ്ഞ ക്ലാസ് ഓഫ് ജീവനക്കാരിൽ 4 പേര് ഉൾപ്പെടുന്നു, സി എന്ന് പറഞ്ഞാൽ ഒരാളെ ഉള്ളൂ എന്ന് നമുക്ക് വിചാരിച്ചാലോ? ഇതെന്താ? 600 എന്താ? എയിലെ ജീവനക്കാരുടെ ആവറേജ് സാലറി. അതായത് എയിലെ ജീവനക്കാരുടെ മുഴുവൻ സാലറിയെ അവരുടെ എണ്ണം 5 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? 600. അപ്പോൾ എയിലെ ജീവനക്കാരുടെ മുഴുവൻ സാലറി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 600-നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് വരും? 30,000 വന്നല്ലോ. എയിലെ ജീവനക്കാരുടെ ഒരു ദിവസത്തെ ടോട്ടൽ സാലറി 3000. ഒരു ദിവസത്തെയാണ്, അത് മൈൻഡിൽ എപ്പോഴും വെക്കണം. ഇനി അതുപോലെ ബിയിലെ എന്താണ്? ബി എന്ന് പറഞ്ഞ ക്ലാസ്സിലെ ജീവനക്കാരുടെ ഒരു ദിവസത്തെ ടോട്ടൽ സാലറി എന്താ? 750 × 4, 75 × 4 വരും 30. ഇത് 3000 വരും അല്ലേ? പിന്നെന്താ? ഇതെന്താ? 1000 × 1 1000 തന്നെ വരും. ഇതെന്താ? ഇത് ഒരു ദിവസത്തെ ടോട്ടൽ സാലറിയാ. ഒരു ദിവസത്തെ ടോട്ടൽ സാലറി അത് എത്രയാ? 3000, 6000, 1000, 7000. ഒരു ദിവസത്തെ ടോട്ടൽ സാലറി 7000. ഒരു ദിവസത്തെ ടോട്ടൽ സാലറി 7000. എത്ര പേരുണ്ട്? 5 4 9 1 10. അപ്പോൾ ഒരു ദിവസത്തെ ടോട്ടൽ സാലറി ബൈ എണ്ണം എന്താ? ഒരു ദിവസത്തെ ശരാശരി സാലറി 700 രൂപ. ക്ലിയർ ആയില്ലേ? ഒരു ദിവസത്തെ ശരാശരി സാലറി 700 രൂപ. ഇവർ ചോദിച്ചിരിക്കുന്നത് എന്താ? Find the monthly average salary of an officers, all that 40 of them taken together. ഒരു ദിവസത്തെ ഇവരുടെ ശരാശരി സാലറി 700 രൂപ. അപ്പം എന്താ? ഒരു മന്തിൽ എന്താ? 30 അല്ലേ തന്നിരിക്കുന്നത്? × 30. അപ്പം എന്താ? 7 × 3 21, 30 അല്ലേ? 21,000 രൂപ. ഏതാ? ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി ആണ് ഉത്തരം. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങളത് എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോവാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്ക്. ഇൻകം എക്സ്പെൻഡിച്ചർ ടൈപ്പാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ ചെയ്തു പോകും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയാം. ഞാനിത് സ്ലോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നിങ്ങൾ എന്ത് ക്വസ്റ്റ്യൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഇപ്പോൾ കുറേ ആൾക്കാർക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം. അല്ലാതെ ഒരു മടി വിചാരിക്കരുത്. മനസ്സിലാവില്ലെന്നില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കരുത്. അത് കമൻറ്റ് സെക്ഷനിൽ ടൈം സ്റ്റാമ്പോടെ പറയുക. ഞാൻ എടുത്ത ആ ക്വസ്റ്റ്യൻ പിന്നെയും സ്ലോ ആയിട്ട് വേറെ സെക്ഷനിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും പല റേഞ്ചിലുള്ളവരാണല്ലോ. നമ്മൾ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു കോൺസെപ്റ്റ് ആദ്യം എടുത്താൽ അത് വളരെ സ്ലോയിൽ ആദ്യം പറഞ്ഞതിന് ശേഷം പിന്നെ ഗ്രാജുവലി സ്പീഡ് കൂട്ടിക്കൊണ്ട് പോകും. അങ്ങനെ നമ്മൾ കൂട്ടി പോയാൽ അടുത്ത വർഷം പരീക്ഷ ആകുമ്പോഴത്തേക്ക് നമുക്ക് സൂപ്പർ സോണിക് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്താണ്. അതുകൊണ്ട് കൂടെ ചെയ്ത് നോക്കുക. മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ കൺഫേം ആയിട്ട് ആ ടൈം സ്റ്റാമ്പോട് കൂടെ തന്നെ എന്താണ് മനസ്സിലാവാത്തുള്ള വ്യക്തമായിട്ട് കമൻറ്റിൽ പറയുക. ഞാനത് അഡ്രസ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ? ദ റേഷ്യോ ഓഫ് ഇൻകം ഓഫ് എ ടു ദാറ്റ് ഓഫ് ബി ഈസ് 4:3. 2 പേരേ ഉള്ളൂ, എയും ബിയും. അവരുടെ ഇൻകം തമ്മിലുള്ള റേഷ്യോ 4:3 ആണ്. ദ എക്സ്പെൻഡിച്ചർ ഓഫ് എ ഈസ് 5/12 ഓഫ് ഹിസ് ഇൻകം ആൻഡ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് ബി ഈസ് 7/15 ഓഫ് ഹിസ് ഇൻകം. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദർ എക്സ്പെൻഡിച്ചർ ഈസ് ₹4,500. റിയാലിറ്റിയിലുള്ള ഡിഫറൻസ് തന്നിട്ടുണ്ട് ഇന്നലെ പറഞ്ഞ പോലെ. ഫൈൻഡ് ദ ഇൻകം ഓഫ് ബി. ഓക്കെ, അപ്പോൾ എന്താ ഉള്ളത്? എ എന്നും ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ എഴുതണം. എ എന്നും ബി എന്നും 2 ആൾക്കാരുണ്ട്. അവരുടെ ഇൻകമും എക്സ്പെൻഡിച്ചറും വരവും ചെലവുമാണ് തന്നിട്ടുള്ളത്. ഇന്നലത്തെ പോലെ സേവിങ്സ് ഇല്ല ഇവിടെ. ഓക്കെ, എന്താ? ഇൻകത്തിൻ്റെ റേഷ്യോ എയും ബിയും 4:3 എന്നാണ് തന്നിട്ടുള്ളത്. എക്സ്പെൻഡിച്ചർ ഓഫ് പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ്പെൻഡിച്ചർ ഓഫ് എ ഈസ് 5/12 ഓഫ് ഹിസ് ഇൻകം. എയുടെ എക്സ്പെൻഡിച്ചർ എന്നാൽ അയാളുടെ ഇൻകത്തിൻ്റെ 5/12 ആണ് എന്ന് പറയുമ്പോൾ അതെങ്ങനെ വരും ഇവിടെ? ഇതെന്താ? 12 4 3 കൊണ്ട് പോവില്ല. അപ്പോൾ 5/3 എന്ന് വരും. അതുപോലെ തന്നെ ബിയുടെ ഇൻകത്തിൻ്റെ 7/15 ആണ് അയാളുടെ എക്സ്പെൻഡിച്ചർ. അപ്പോൾ എന്താ? 7/15. അപ്പോൾ എന്താ ഇവിടെ?
5. അപ്പോൾ എന്താ 7/5 എന്ന് വരും. ഓക്കെ, ഇത് വന്നാൽ എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇനി വായിച്ചോട്ടെ, കാരണം വൃത്തി വേണമല്ലോ, ഒന്ന് വൃത്തിയായിട്ട് ഇപ്പോൾ എഴുതണമല്ലോ. ഇപ്പോൾ എങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ. ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ 2 ഡാറ്റയും എടുത്തു. 4:3, 5/3:7. ഓക്കെ, ഇപ്പോൾ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ എക്സ്പെൻഡിച്ചർ. ഇവരുടെ എക്സ്പെൻഡിച്ചർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 4500 അതെന്താ റിയാലിറ്റിയിൽ നമ്മളെപ്പോഴും പറയാറുള്ള, നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയും ടെർമിനോളജീസ് ആണ് ഉപയോഗിക്കുന്നത്. റിയാലിറ്റിയിൽ 4500. ഇവിടെ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ഏതിന്ന് ഏത് കുറയ്ക്കണം? പറ, ഏതിന്ന് ഏത് കുറയ്ക്കണം? 7/5 ആണോ 5/3 ആണോ വലുത്? 5/3 അല്ലേ, കാരണം ന്യൂമറേറ്റർ വലുതാണ്, ഡിനോമിനേറ്റർ ചെറുതാണ്. ന്യൂമറേറ്റർ വലുതാണ്, ഡിനോമിനേറ്റർ ചെറുതാണ്. വലിയൊരു സാധനത്തിനെ ചെറിയൊരു സാധനം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതല്ലേ വലുതായിരിക്കുക. ചെറിയ സാധനത്തിനെ പിന്നെയും ഡിവൈഡ് ചെയ്യുമ്പോൾ അത് ചെറുതായിട്ടല്ലേ ഉണ്ടാവുക. ഞാൻ പറഞ്ഞ മനസ്സിലായോ? വലിയൊരു സാധനത്തിനെ നിങ്ങൾ ചെറിയ സാധനമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതല്ലേ. ഇപ്പോൾ ഒരു വലിയ തടിക്കഷ്ണം ഉണ്ടെന്ന് വിചാരിക്കും. ഇതേ ഒരു വലിയ തടിക്കഷ്ണമുണ്ട്, 2 കേസ്. ആ തടിക്കഷ്ണത്തിൻ്റെ നീളത്തിനെക്കാട്ടും ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലേ ഒരു പീസ് വലുതായിരിക്കുക. അതിനെക്കാട്ടും വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ ഒരു പീസ് ചെറുതായിട്ടല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമായിരിക്കും എപ്പോഴും വലുത്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചാൽ മതി എന്താണ് ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ ഇതല്ലേ വലുത്. അപ്പോൾ എന്താ ഇതിൽ നിന്ന് ഇത് കുറച്ച് 5/3 - 7/5 എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ 25 - 21, 4/3 × 5 15. അപ്പോൾ 4/15 എന്നത് റേഷ്യോയിൽ, റിയാലിറ്റിയിൽ 4500. അപ്പോൾ 4/15 എന്ന് പറഞ്ഞാൽ എന്താണ്? 4500 ആണ്. അതായത് ഒന്നിൻ്റെ വാല്യൂ എന്താ? 4500/4/15 വരും. 4500/4/15 അഥവാ ഈ 15 മേളിൽ പോവും അല്ലേ, 15 മേളിൽ പോവും. അപ്പോൾ എന്താ 4500 × 15/4 എന്നുള്ളതാണ് എന്ത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ ആ ഫാക്ടർ, നമ്മൾ ഉപയോഗിക്കുന്ന വാള്, സത്യം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന വാൾ അല്ലേ. അപ്പോൾ എന്താ ഇനി എന്താ വേണ്ട? ഇത് വെച്ച് ഇവിടെ എന്തിലിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് സത്യം കിട്ടും. നമുക്ക് വേണ്ട സത്യം എന്താ? ചോദ്യത്തിൽ എന്താ? ഫൈൻഡ് ദ ഇൻകം ഓഫ് ബി. ബി എന്ന് പറഞ്ഞതിൻ്റെ ഇൻകം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എന്താ? ഇതിനെ 3 കൊണ്ട്, ബിയുടെ ഇൻകം എന്താ? 3 അല്ലേ, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? നോക്കൂ എങ്ങനെ വരും നോക്കൂ. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതെന്താ ഫാക്ടർ? എന്താ? 4500 × 15/4 എന്താ? ബിയുടെ ഇൻകം × 3 എന്ന് പറയുമ്പോൾ എന്ത് വരും? 3 × 15 എന്താ? 45 അല്ലേ. അപ്പോൾ ഇവിടെയും 45 ഉണ്ട്. അപ്പോൾ 45ൻ്റെ സ്ക്വയർ ഇൻറ്റു 2 0 അവിടെ വരണം, അത്രേ ഉള്ളൂ. 0 എന്ന് എഴുതി ഉദ്ദേശിച്ച 100-നെയാണ്. ഓക്കെ, ബൈ 4. ഓക്കെ, അപ്പോൾ 45ൻ്റെ സ്ക്വയർ എന്താ? എനിക്ക് ഓർമ്മയില്ല. 25 5 × 4 225 അല്ലേ അപ്പം എന്താ? 5 2 2025. വാവ്, വർഷം കിട്ടി. 2025/4 എന്ന് പറയുമ്പോൾ എന്ത് വരും? 2025/4 എന്ന് പറയുമ്പോൾ എന്താ? 20 എന്താ? 4 × 5. അപ്പോൾ 0 വന്നു, 2 കയറില്ല, അപ്പോൾ പിന്നെയും 0 ഇട്ടു, പിന്നെ 25, അപ്പോൾ 6 24. ഓക്കെ, അപ്പോൾ എന്താ? 1 വന്നു, ഡെസിമൽ വന്നു, 10 4 2 8 വരും, പിന്നെയും 2 5 വരും അല്ലേ. 50625 അല്ലേ. 50625 ആണ് ഉത്തരം. ഏതാ? 50625 എന്താ? ഓപ്ഷൻ ഡി. അപ്പോൾ 50625 ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മനസ്സിലായില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിൽ ടൈം സ്റ്റാമ്പ് വെച്ച് മെൻഷൻ ചെയ്താൽ മതി, പറഞ്ഞുതരാം. അടുത്ത ക്വസ്റ്റിന് പോവാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോക്കാം, ശ്രദ്ധിച്ച് വായിക്കണം. കാണുമ്പോൾ ഇച്ചിരി എന്താണ് ഭാഷ, ലാംഗ്വേജ് കൂടുതലുള്ള ക്വസ്റ്റ്യൻ പോലെ തോന്നും, പക്ഷേ സിമ്പിളാണ്. എ സം ഓഫ് ₹46,800 is divided among A, B, C and D in such a way that the ratio of the combined share of A and D to the combined share of B and C is 8:5. The ratio of the share of B to that of C is 5:4. A receives ₹18,400. If X is the difference between the shares of C and D, then what is the value of X minus Y in rupees?
അപ്പോൾ ഇത്തരത്തിൽ ലാംഗ്വേജ് നല്ലോണം കൂടുതലുള്ള പ്രോബ്ലംസ് കാണുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു കൺഫ്യൂഷൻ വരും, അയ്യോ ഇത് ഭയങ്കര ഇതാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ആക്ച്വലി നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന കാര്യത്തിനെ കറക്റ്റായിട്ട് മൈൻഡിലോട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ലൈക്ക് എഴുതി വെച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടാണ് ഞാൻ വേറൊരു വീഡിയോയിൽ ക്വസ്റ്റ്യൻ വായിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ വായിച്ച് പഠിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ. എസ്പെഷ്യലി ബാങ്ക്, SSC പോലെയുള്ള ഭയങ്കര സ്പീഡിൽ ചെയ്യേണ്ട പരീക്ഷകൾക്കും, പൊതുവെ എല്ലാ പരീക്ഷകൾക്കും, പക്ഷേ ടൈം ലിമിറ്റ് വളരെ കുറവുള്ള പരീക്ഷകൾക്ക് പെട്ടെന്ന് വായിക്കണം. അതല്ലാതെ നോർമലായിട്ടുള്ള പരീക്ഷകൾ, ഇപ്പോൾ നിങ്ങൾ PSC പോലത്തെ പരീക്ഷ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എത്രയും സ്പീഡിൽ നിങ്ങൾ വായിച്ച് എടുക്കുന്നോ അത്രയും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കുന്നതിൻ്റെ സ്കില്ല് നിങ്ങൾ വളർത്തുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് അത്രയും സമയം ലാഭിക്കാൻ പറ്റും, നിങ്ങൾക്ക് അത്രയും പരീക്ഷയിൽ എഡ്ജ് കിട്ടും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് പഠിക്കണം. അപ്പോൾ ആർക്കെങ്കിലും അതിനെക്കുറിച്ച് ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, എങ്ങനെ ക്വസ്റ്റ്യൻ വായിക്കണം, എസ്പെഷ്യലി മോക്ക് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എന്നുള്ളതിനെക്കുറിച്ച്. അത് നിങ്ങൾ പോയി കണ്ടാൽ മതി. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഡാറ്റയിലോട്ട് ഇനി കിടക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു 46,800 സമ്മുണ്ട്. നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഈ തുടർന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? 46,800 റിയൽ ആയിട്ടുള്ള ഫിഗർ 46,800 ഉണ്ട്. അത് A എന്നും B എന്നും C എന്നും D എന്നും പറഞ്ഞ ആൾക്കാരുടെ ഇടയ്ക്ക് ഏതോ ഒരു റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ദ കമ്പൈൻഡ് ഷെയർ ഓഫ് A ആൻഡ് D. ഇത് പുതിയതായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത്. എയും ഡിയും കൂടെയുള്ള കമ്പൈൻഡ് ഷെയർ തന്നിട്ടുണ്ട്. ടു ദ കമ്പൈൻഡ് ഷെയർ ഓഫ് B ആൻഡ് C. ബിയും സിയുള്ള കമ്പൈൻഡ് ഷെയർ, അതുമായിട്ടുള്ള റേഷ്യോ, ഇതിൻ്റെയും കൂടെ കൂട്ടിയിട്ടുള്ള റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമുക്ക് ഫോർ കൺവീനിയൻസ് നമുക്ക് അതിനെ AD എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷനിലാട്ടോ, പ്ലസ് ആണെന്ന് വിചാരിച്ചോണ്ട് എയും ഡിയും വെറുതെ നിരത്തി പിടിച്ചെഴുതുന്നുണ്ടോ, BD എന്നും വിളിക്കാം. ഏത്? എയുടെ ഷെയറും ഡിയുടെ ഷെയറും കൂടെ ടോട്ടലിനെ AD എന്നും സിയുടെ ഷെയറും കൂടെയുള്ള ടോട്ടലിനെ BC എന്നും വിളിക്കാം. അതെന്താ പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ റേഷ്യോ എന്താ? രണ്ടിൻ്റെയും സമ്മിൻ്റെ 8:5 ആണ്. 8:5 ആണ്. നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിച്ചോ? ഇവിടെ തന്നെ ആക്ച്വലി നമ്മൾ ശ്രദ്ധിച്ച് ചിന്തിക്കാത്തതുകൊണ്ട് ഇവിടെ തന്നെ നമുക്ക് ആക്ച്വലി ഉള്ള ഉത്തരവുണ്ട്. കാരണം എന്താ? നമ്മൾ ഇത്രയും നേരം റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ പഠിച്ചു വന്നപ്പോൾ എന്താ ചെയ്തത്? ഒരു ഒറിജിനൽ ഫിഗർ ഉണ്ടാവും, പിന്നെ അതിൻ്റെ റേഷ്യോ റെപ്രസെൻറ്റേഷൻ ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ആ റേഷ്യോ റെപ്രസെൻറ്റേഷൻ വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് ആ ഫാക്ടർ കണ്ടുപിടിക്കും. ഇവിടെ അങ്ങനെ ഇല്ല നമ്മൾ വിചാരിച്ചിരിക്കുമ്പോൾ ആക്ച്വലി ഇതെന്താ? ഇത് എയും ഡിൻ്റെ സമ്മല്ലേ, ഇത് ബിൻ്റെ സിൻ്റെ സമ്മല്ലേ, ഇതെല്ലാം കൂടിയുള്ള റിയലാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ സമ്മ എന്താ? എല്ലാം കൂടെയുള്ള സമ്മ എന്താ? 8 × 5 = 13. എന്താ? റേഷ്യോ റെപ്രസെൻറ്റേഷൻ റിയൽ ഇത്. അപ്പോൾ അതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ? ഈ സമ്മ് കിട്ടില്ലേ? ഈ സമ്മ് കിട്ടും. കാരണം എന്താ? ഇത് സമ്മിൻ്റെ റേഷ്യോ. ഉടനെ പോയി ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എയും ബിയും സിയും ഡിയും കിട്ടുമെന്ന് വിചാരിക്കരുത്. നമുക്കിത് എന്തുകൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തത്? ഇതിൻ്റെ സമ്മിൻ്റെ റെപ്രസെൻറ്റേഷൻ കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വസ്തു കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ സമ്മ് കിട്ടും. അപ്പോൾ നമ്മൾ ഡിവൈഡ് ചെയ്യാം. 4, 6, 0 അവിടെ കിടക്കട്ടെ, 13 എങ്ങനെ വരും? 13, 2, 13, മൂന്നാകുമ്പോൾ തന്നെ എന്താ? 9 കയറും. 4, അപ്പോൾ 2 എന്ന് പറയുമ്പോൾ എന്താ? 2ആണോ? 3 വരും. 3 വരും അല്ലേ? 3 തന്നെ വരും. 39. 4 പോകുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ എന്തായി? 78. 13 പറയുമ്പോൾ 78ൻ്റെ പകുതി തന്നെ 39ആണ്. 39-നകത്ത് 3 13 ഉണ്ട്. അപ്പോൾ 6 78. അപ്പോൾ എന്തായി? 3, 6, 0, 0 കിട്ടിയല്ലോ. 3, 6, 0, 0 ആണ് നമ്മൾക്ക് ഇത് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന സ്വാഡ്. ഓക്കെ, അപ്പോൾ എന്താ? ADയുടെ സമ്മ് റേഷ്യോയിൽ 8 ആണ്. ഒറിജിനൽ കിട്ടാൻ ഇതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പറയൂ. 48. 3 × 8 24. 4 28 വരില്ലേ? 28, 8, 0, 0. അപ്പോൾ എയുടെ ഡിയുടെ സമ്മ് എത്രയാ? 28,800. കറക്റ്റ് ആണല്ലോ, തെറ്റൊന്നും വന്നിട്ടില്ലല്ലോ? ഇല്ല. അടുത്ത ബിയുടെ സിയുടെ സമ്മ് എന്താ? 36 × 5 0, 3, 15, 3, 18,
എന്താ 0 18,000. അപ്പോൾ എയുടെയും ഡിയുടെയും സമ്മ് കിട്ടി, ബിയുടെയും സിയുടെയും സമ്മ് കിട്ടി. ഓക്കെ, ഇനി ചോദ്യത്തിൽ അടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ദ റേഷ്യോ ഓഫ് ദ ഷെയർ ഓഫ് ബി ടു ദാറ്റ് ഓഫ് സി ഈസ് 5:4. ഇവിടെ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നു. ഷെയർ ഓഫ് ബി 5:4 ടു ഷെയർ ഓഫ് സി 5:4 ആണെന്നുണ്ട്. ഓക്കെ, ഷെയർ ഓഫ് ബി ടു ഷെയർ ഓഫ് സി 5:4 ആണ്. അപ്പോൾ ഇനി നമ്മൾ ഒന്നും കൂടെ ഡീപ്പായിട്ട് വന്നില്ല. കാരണം എന്താ ബിയുടെയും സിയുടെയും റേഷ്യോ ഉണ്ട്, മൊത്തം ഉള്ളതുകൊണ്ട് ബിയുടെ സിയുടെ സമ്മും ഉണ്ട് അല്ലേ. ബിയുടെ സിയുടെ റേഷ്യോയുടെ ടോട്ടൽ എന്താ 9. ബിയുടെ സിയുടെ റേഷ്യോയുടെ ടോട്ടൽ 5 4 9. ബിയുടെ സിയുടെ റിയൽ ടോട്ടൽ എന്താ 17,000. അപ്പം എന്താ 17,000-നെ 9 കൊണ്ട് ഹരിച്ചാൽ എന്താ 2000 വന്നല്ലോ. നമ്മുടെ സ്വേഡ് വന്നല്ലോ, 2000 വന്നല്ലോ. സത്യം കണ്ടുപിടിക്കാനുള്ള ഫാക്ടർ, സത്യം കണ്ടുപിടിക്കാനുള്ള വാൾ വന്നല്ലോ, 2000 വന്നല്ലോ. അത് വെച്ച് വെട്ടാന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്തോ. അപ്പം എന്തായി? ബി എന്തായി? 10,000 അല്ലേ. സി എന്തായി? 8,000. അപ്പോൾ ബി 10,000 കിട്ടി, സി 8,000 കിട്ടി. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? എ റിസീവ്സ് 18,400. അപ്പോൾ ബി 10,000 ആണ്, സി 8,000 ആണ്, എ എന്തുവാണ് 18,400 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശുഭമായില്ലേ? അപ്പോൾ ബാക്കി ഡി കണ്ടുപിടിച്ചാൽ പോരെ. കാരണം എന്താ? ടോട്ടൽ ഉണ്ട്. എക്ക് എത്രയാണെന്നറിയാം, ബിക്ക് എത്രയാണെന്നറിയാം, സിക്ക് എത്രയാണെന്നറിയാം. അപ്പോൾ പിന്നെ ഡി കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കാം? പറയൂ. അത് വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ഉടനെ പോയിട്ട് ഇത് 3-നെയും കൂട്ടിയിട്ട് കുറയ്ക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? ഏടെ നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഇത്രയും ചെയ്തു വന്നു എന്ന് പറഞ്ഞ് മറന്നുപോയി അങ്ങനെ ചെയ്യരുത്. കാരണം എന്താ? ഈ സമ്മിൽ നിന്ന് ഇത് മുഴുവനായിട്ട് കുറയ്ക്കേണ്ട കാര്യമില്ല. കാരണം എയുടെയും ഡിയുടെയും സമ്മ് നമുക്കുണ്ട്. എന്താ അത്? 28,800 അല്ലേ. അതിൽ നിന്ന് എയുടെ സമ്മ് കുറച്ചാൽ പോരെ. 18,400 കുറച്ചാൽ ഡിയുടെ കിട്ടില്ലേ. എയുടെയും ഡിയുടെയും സമ്മുണ്ട്, അതിൽ നിന്ന് എയുടെ കുറച്ചാൽ എന്താ ഡിയുടെ കിട്ടും. അപ്പോൾ എന്തായി? 0 0 4 0 10,400. ഡി എന്തായി? 10,400. അപ്പോൾ അതെ അവിടം വരെ എത്തിയെന്ന് മനസ്സിലായല്ലോ. ആദ്യം ഇതിൻ്റെ ടോട്ടലിനുള്ളിൽ നിന്ന് ഇവിടെ വന്നു, പിന്നെ ഇതിൻ്റെ ടോട്ടലിൽ നിന്ന് ഇവിടെ വന്നു. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ചെയ്ത് വന്നു. അപ്പോൾ എല്ലാത്തിൻ്റെയും കിട്ടി. എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും കിട്ടി. ഇന്നത്തെ ചോദ്യം, ഇഫ് എക്സ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ, ഇവിടെ മായ്ക്കാണ് കാരണം സ്ഥലപരിമിതി വന്നു. ഇത് എത്രയും വന്ന എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, പറഞ്ഞുതരാം. ഓക്കെ, റൈറ്റ്. അപ്പോൾ എന്താ? ഇഫ് എക്സ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഷെയർസ് ഓഫ് സി ആൻഡ് ഡി, ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് മൈനസ് വൈ ഇൻ റുപ്പീസ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ സിയും ഡിയും തമ്മിലുള്ള ഡിഫറൻസ്. സി എന്താ? 8,000. ഡി എന്താ? 10,400. 10,400 8,000 പോയാൽ എത്രയാ? 2,000 400 2,400. അപ്പോൾ ഒരു മിനിറ്റ്, എക്സ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർസ് ഓഫ് സി ആൻഡ് ഡി, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് മൈനസ് വൈ. അപ്പോൾ വൈ എന്താണ് കൊടുത്തിരിക്കുന്നത്? ചോദ്യം ഞാൻ എഴുതിയാലെന്തോ തെറ്റുണ്ടോ? ഒരു മിനിറ്റ്, ചോദ്യം ഞാൻ എഴുതിയാലെന്തോ തെറ്റുണ്ടേ. ഒന്ന് പോസ് ചെയ്യും. ഓക്കെ. അതെന്താ? ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയില്ല. ഇഫ് എക്സ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഷെയർ ഓഫ് എ ആൻഡ് ബി ആൻഡ് വൈ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഷെയർ ഓഫ് ബി ആൻഡ് ഡി എന്നാണ് ക്വസ്റ്റ്യൻ. ഞാനിവിടെ എഴുതിയെടുത്തതിൽ തെറ്റാണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? എയും ബിയും തമ്മിലെ ഡിഫറൻസ്. എയും ബിയും തമ്മിലെ ഡിഫറൻസ് എന്താ? 10,400. 10,000 പോയാൽ 8,400. 8,400. ബിയും സിയും തമ്മിലെ ഡിഫറൻസ് എന്താ? സിയും ഡിയും തമ്മിലെ ഡിഫറൻസ് എന്താ? 10,400 8,000 പോയാൽ 2,000 400 2,400. അപ്പോൾ വൈ എന്ന് പറഞ്ഞാൽ 2,400. അങ്ങനെയാണെങ്കിൽ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് മൈനസ് വൈ. എക്സ് മൈനസ് വൈ എന്താ? അപ്പോൾ 0 0 0 6 6,000. ഏതാ? ഓപ്ഷൻ എ അല്ലേ 6,000. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യം. സിമ്പിളാണ്. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കാണുക. എന്നിട്ടും മനസ്സിലായില്ലാണ്ടെങ്കിൽ കമൻറ്റിൽ നിർബന്ധമായിട്ടും പറയുക. നിങ്ങൾ ഡൗട്ട് ക്ലിയർ ആക്കാതെ പോവരുത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പോൾ
ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്ക്. If a number of pens and pencils are bought in the ratio of 5:3, then Ashok has to pay rupees 44. If the ratio is changed as 3:5, then he has to pay rupees 36. Find the ratio of the price of one pen to the pencil. വായിച്ചല്ലോ. ഓക്കെ, നിങ്ങളെ ഈ ചോദ്യം നിങ്ങൾ പഠിക്കുന്ന നോട്ടായിട്ട് തന്നെ റെഡി ആയിക്കോ. നോട്ടിൽ എഴുതി വെക്കണം ഈ ചോദ്യം കേട്ടോ. അല്ലാതെ വെറുതെ അല്ലാണ്ട് വീഡിയോ പിന്നെയും വന്ന് കാണണം എന്നുള്ളവർക്ക് വീഡിയോ പിന്നെയും വന്ന് കണ്ടാൽ മതി. പക്ഷേ വീഡിയോ പിന്നെയും കാണുമ്പോഴും ഈ ചോദ്യം എഴുതി വെച്ചിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും, പിന്നെയും വന്ന് കാണുമ്പോഴും. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് ഇതിലോട്ട് കിടക്കാം. ഇഫ് എ നമ്പർ ഓഫ് പെൻസ് ആൻഡ് പെൻസിൽസ് ആർ, അപ്പോൾ പെന്നിനെ പി എന്ന് വിളിക്കാം, പെൻസിലിനെ പി എന്ന് തന്നെ വിളിക്കാം. പെന്നും പെൻസിലും എന്താ 5:3 എന്ന് പറഞ്ഞ റേഷ്യോയിൽ ഞാൻ വാങ്ങിയപ്പോൾ, അതായത് 5 പേനയും 3 പെൻസിലും എന്ന് പറഞ്ഞ് വാങ്ങിയപ്പോൾ, ഞാനല്ല അശോക് വാങ്ങിയപ്പോൾ എന്താ, അശോകിന് 44 രൂപ കൊടുക്കേണ്ടി വന്നു. അത് തന്നെ തിരിച്ചിട്ടു. അതെന്താ, 3 പേനയും 5 പെൻസിലും എന്ന് പറഞ്ഞ് വാങ്ങിയപ്പോൾ അശോകിന് 36 രൂപ കൊടുക്കേണ്ടി വന്നു, 36 രൂപ കൊടുക്കേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ പെന്നിൻ്റെയും പെൻസിലിൻ്റെയും, ഒരു പെന്നിൻ്റെയും ഒരു പെൻസിലിൻ്റെയും വിലയുടെ റേഷ്യോ, പെൻ ടു പെൻസിൽ തന്നെ ചോദിച്ചിരിക്കുന്ന പോലെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതെന്താ സംഭവം എന്നറിയോ? നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യും, 5ൻ്റെയും 3ൻ്റെയും റേഷ്യോയിലുള്ള വാല്യൂ 8, ശരിക്കുള്ള വാല്യൂ 44. 5ൻ്റെയും 3ൻ്റെയും റേഷ്യോ ഉള്ള വാല്യൂ 8, ശരിക്കുള്ള വാല്യൂ 36 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അങ്ങനെ ചെയ്ത് പോകാൻ പറ്റുമോ? അങ്ങനെ ചെയ്ത് പോകാൻ പറ്റില്ല, കാരണം നമുക്ക് വേരിയബിൾസ് ഒന്നും ഇല്ല. അപ്പോൾ വേരിയബിൾസിൻ്റെ അവസ്ഥ നമ്മൾ എടുക്കണം. വേരിയബിൾ എടുത്തിട്ട് നമുക്ക് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ ലോജിക്കലി ഇത് ചെയ്യുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ അത് ഗസ് വർക്കൊക്കെ കുറേ വരേണ്ടി വരും. അതിനും എളുപ്പം എന്താ, വേരിയബിൾ വെച്ച് ചെയ്യുന്ന. കാരണം എന്താ, ഒരു പേനയുടെ വില എക്സ്. ലെറ്റ് us take the value of one pen as x and one pencil as y. ഒരു പേനയുടെ വില എക്സും പെൻസിലിൻ്റെ വില വൈ എന്ന് വിചാരിക്കും. അപ്പോൾ എന്തായി, അപ്പോൾ ഇതെന്താ, ഇവിടെ എക്സ് ഇവിടെ വൈ, ഇവിടെ എക്സ് ഇവിടെ വൈ, ഇങ്ങനെയാണോ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് പറ്റി, ഇപ്പം നോക്കിയേ, 5x + 3y = 44. അല്ല, അത് കറക്റ്റ് അല്ലേ? ഒരു പേനയുടെ വില എക്സ്, 5 പേന വാങ്ങിക്കുന്നു, അപ്പോൾ 5 പേനയുടെ വില 5 × x. അതുപോലെ തന്നെ 3y എന്താ, പെൻസിലിൻ്റെ വില 44. അത് ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത് എന്താ, പെയർസ് ഓഫ് ഇക്വേഷൻ ആയിട്ട് സോൾവ് ചെയ്യാം നമ്മൾ. 3x + 5y എന്താ, 36. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യണം, ഒന്നിലെ എക്സ് ഒന്നാക്കണം, അല്ലെ വൈ ഒന്നാക്കണം. എക്സും വൈയും മാറി 5ഉം 3ഉം ആയതുകൊണ്ട് എന്താ, 2 സ്ഥലത്തും 15 വരണം. 2 സ്ഥലത്തും 15 വരണം, എന്ത് ചെയ്യണം, ഒരു സ്ഥലത്ത് 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഒരു സ്ഥലത്ത് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മേളിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും ഇവിടെ എഴുതാം, 25x പ്ലസ് എന്ത് വരും, 15y = 44 × 5 220 അല്ലേ, 44 5 അല്ലേ, കയറുമല്ലോ, 220. അത് നിങ്ങൾക്ക് കുറേ ഇങ്ങനെ ചെയ്യുമ്പോൾ, കുറേ പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ അത് മൈൻഡിൽ വരും. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്പീഡിൽ കിട്ടുന്നില്ല, സ്പീഡിൽ കിട്ടാത്തവർ വിചാരിക്കേണ്ട, വിഷമിക്കണ്ട. ഇവിടെ എന്താ, ഇവിടെ 3 ഉണ്ട്. അപ്പോൾ എന്താ, 9x + 15y = എന്ത് വരും 18 108 അല്ലേ. ഇനി ഇത് കുറയ്ക്കുമ്പോൾ എന്ത് വരും, അല്ല ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ എന്താ, 15 വെട്ടിപ്പോവും. 25x ൽ നിന്ന് 9x പോയാൽ 6x, അല്ല സോറി 16x, 10ൻ്റെ വാല്യൂ പോയി. അപ്പോൾ 16x അല്ലേ, 16x = 220 നിന്ന് 108 പോയാൽ എന്ത് വരും, 112 അല്ലേ, 112 വരും, 112. അപ്പോൾ എന്താ, 16x = 112 എന്ന് വന്നു. ഇനിയിപ്പോൾ എളുപ്പമല്ലേ, 16x 112 എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ എന്താ, 7 അല്ലേ. കാരണം എന്താ, 16 × 7 ആണ് 112. 16ൻ്റെ ടേബിൾ പഠിക്കുന്നില്ലേ, പഠിച്ചോ. ഓക്കെ, അപ്പോൾ x7 വന്നു. x7 വന്നാൽ പിന്നെ എന്താ, ഇവിടെ അതും കിട്ടാൻ പോരെ. x7 വന്നാൽ പിന്നെ y കിട്ടാൻ എളുപ്പമല്ലേ. എന്താ, ഇവിടെ അങ്ങ് എക്സിൻ്റെ വാല്യൂ ഇട്ടാൽ മതി. ഇടുമ്പോൾ എങ്ങനെയാ, പെട്ടെന്നിട്ടെ എക്സിൻ്റെ വാല്യൂ ഇട്ടെ. 5 × 35 പ്ലസ് 3y = 44. വൈയുടെ വാല്യൂ പെട്ടെന്ന് പറഞ്ഞാൽ 3y = 44 ൽ നിന്ന് 35 പോയാൽ 9, y = 9/3 3. y എന്താ, 3 വന്നു. അപ്പോൾ x = 7 വന്നു, y = 3 വന്നു. എന്താ ചോദിച്ചിരിക്കുന്നത്, ഒരു പെന്നിൻ്റെ പ്രൈസിന് ഒരു പെൻസിലിൻ്റെ പ്രൈസിനോടുള്ള റേഷ്യോ. എക്സ് എന്നെടുത്ത് എന്താ, ഒരു
പെന്നിൻ്റെ പ്രൈസ് 7. y എന്നെടുത്ത് എന്താ ഒരു പെൻസിലിൻ്റെ പ്രൈസ് 3. അപ്പോൾ പെന്നിൻ്റെ പ്രൈസ് ടു പെൻസിലിൻ്റെ പ്രൈസ് എന്താ 7:3. ഏതാ ഓപ്ഷൻ ബി ആണെന്ന് തോന്നുന്നു. ഓപ്ഷൻ ബി. ഞാൻ ഈ കുറേ ക്വസ്റ്റ്യൻസ് ഈ നോക്കി ഇങ്ങനെ എഴുതി വെക്കുന്നുണ്ടേ, കറക്റ്റ് ഓപ്ഷൻ ഒന്നും ചിലപ്പോൾ പെട്ടെന്ന് എഴുതത്തില്ല. അപ്പോൾ 7:3 ആണ് ഉത്തരം. മനസ്സിലായല്ലോ? ഇങ്ങനെ എക്സും വൈ ഇട്ട് ചെയ്യേണ്ട അവസ്ഥ എപ്പോഴാണ് വരുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഓക്കെ, പിന്നെയും പറയുന്നു, മനസ്സിലായില്ലെങ്കിൽ കമൻറ്റിൽ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ചോദ്യം നോക്ക്. Adul purchased bread costing ₹20 and gave a 100 rupee note to the shopkeeper. The shopkeeper gave the balance money in coins of denomination 2, 5 and 10. So if these coins are in the ratio 5:4:1, then how many 5 rupee coins did the shopkeeper give? അതായത് വായിച്ചല്ലോ, അതുൽ 20 രൂപയുടെ ഒരു ബ്രെഡ് പാക്കറ്റ് വാങ്ങി, എന്നിട്ട് 100 രൂപയുടെ നോട്ട് കൊടുത്തു. അപ്പോൾ ബാക്കി എന്ത് വരണം? ബാക്കി 80 രൂപ വരണമല്ലോ. ബാക്കി വരേണ്ട 80 രൂപ. അതിവിടെ തിരുനെറ്റിയിൽ എഴുതിക്കോ. ബാക്കി വരേണ്ടത് 80 രൂപ. കാരണം അതിനകത്താണ് പണികൾ മുഴുവൻ. ഈ ബാക്കിയുള്ള പൈസ ഷോപ്പ് കീപ്പർ എങ്ങനെയാണ് 2 രൂപയുടെ 5 രൂപയുടെയും 10 രൂപയുടെയും കോയിനായിട്ടാണ് കൊടുത്തത്. 2 രൂപയുടെ 5 രൂപയുടെയും 10 രൂപയുടെയും കോയിനായിട്ടാണ് കൊടുത്തത്. ആ കോയിൻസിൻ്റെ എണ്ണം ഈ രീതിയിലാണ് കൊടുത്തത്. 5:4:1. 5:4:1 എന്ന അനുപാതത്തിലാണ് ആ കോയിൻസിൻ്റെ എണ്ണം കൊടുത്തത്. എന്ത്? 2 രൂപയുടെ കോയിനും 5 രൂപയുടെ കോയിനും 10 രൂപയുടെ കോയിനോ നോട്ടോ എന്തോ ആയിക്കോട്ടെ, ആ കോയിൻ എന്നല്ലേ പറഞ്ഞിരുന്നത്, കോയിൻ അത് തന്നെ. അത് 2 രൂപയുടെ നോട്ട, 2 രൂപയുടെ കോയിൻ 5 എണ്ണം, 5 രൂപയുടെ കോയിൻ 4 എണ്ണം, 10 രൂപയുടെ കോയിൻ 1 എണ്ണം എന്നുള്ള ഇതിലാണ് കൊടുത്തത്. ഓക്കെ, മൊത്തം എത്ര രൂപ കൊടുക്കേണ്ടത്? 80 രൂപ. അപ്പം നമുക്ക് റേഷ്യോയുടെ ഉള്ളിലോട്ട് വരാം. റിയാലിറ്റി 80ആണ് മുഴുവൻ കൊടുക്കേണ്ടത്, റേഷ്യോയുടെ ഉള്ളിൽ വരാം. അപ്പോൾ 2 രൂപയുടെ 5 കോയിൻ കൊടുത്താൽ എത്രയായി? 10 രൂപ. 5 രൂപയുടെ 4 കോയിൻ കൊടുത്താൽ എത്രയായി? 20 രൂപ. 10 രൂപയുടെ ഒരു കോയിൻ കൊടുത്താൽ 10 രൂപ. അത് മൊത്തം എത്ര വന്നു? 10 രൂപ 30 10 40. അപ്പോൾ 40 രൂപയെ ഇതനുസരിച്ച് കൊടുത്തിട്ടുള്ളൂ, റേഷ്യോ അനുസരിച്ച്. റിയാലിറ്റി അനുസരിച്ച് എന്താ കൊടുക്കണ്ടേ? 80 രൂപ. 80 രൂപയല്ലേ കൊടുക്കേണ്ടത്. 40 80 ആണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ സത്യം കണ്ടുപിടിക്കാനുള്ള ഫാക്ടർ എന്താ? 40 80 ആണെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 40 എന്ന ഫേക്ക് എമൗണ്ടിനെ നമ്മൾ സത്യമാക്കുന്നത്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? 5 രൂപയുടെ എത്ര കോയിൻ ഉണ്ടെന്ന്. 4 എന്നുള്ള ഫേക്കിനെ നമുക്ക് സത്യമാക്കാനും 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 2 × 4 എന്താ? 2 × 4 എന്താ? 8. അപ്പോൾ 8 5 രൂപയുടെ കോയിൻ ഉണ്ട്. എന്താ ഓപ്ഷൻ ഏതാന്ന് ഇവിടെ ഞാൻ എഴുതിയിട്ടില്ല. 8 രൂപയാണ് ഓപ്ഷൻ ഉണ്ടല്ലോ. 8 രൂപയാണ്, അല്ല സോറി 8 കോയിൻ. 5 രൂപയുടെ 8 കോയിൻ, അതായത് 5 × 8 40. ബാക്കി 40 രൂപ ഇങ്ങനെ കൊടുത്തു. 5 രൂപയുടെ 8 കോയിനാണ് കൊടുത്തത്. 8 ആണ് ഉത്തരം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ സിമ്പിൾ ലോജിക്കൽ, നിങ്ങൾ വെറുതെ എക്സ് ഒന്നും ഇട്ട് ടോട്ടൽ ആകാതെ സിമ്പിൾ ലോജിക്കൽ കണ്ടുപിടിക്കാം. സിമ്പിൾ, ബിക്കോസ് മാത്തമാറ്റിക്സ് ഈസ് അപ്ലൈഡ് ലോജിക്, നത്തിങ് എൽസ്. വെറും എന്താണ്, പലചരക്ക് കട ലോജിക്ക് വെച്ചിട്ട് കണ്ടുപിടിച്ച് മാർക്ക് കിട്ടാൻ പറ്റുന്ന കണക്കുകളുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം നോക്ക്. ഇൻ എ സ്കൂൾ 3/8 ഓഫ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ ഗേൾസ് ആൻഡ് ദ റെസ്റ്റ് ആർ ബോയ്സ്. 1/3 of the number of boys are below 10 years and 2/3 of the number of girls is also below 10 years. If the number of students of age 10 or more years is 260, then the number of boys in school is. അൾട്ടിമേറ്റ്ലി ചോദിച്ചിരിക്കുന്ന സ്കൂളിലെ ബോയ്സിൻ്റെ എണ്ണോ. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു സ്കൂളിൽ 8 പിള്ളേരുണ്ടെങ്കിൽ അതിൽ 3 പേര് ഗേൾസാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗേൾസ്, ഒരു സ്കൂളിൽ 8 പിള്ളേരുണ്ടെങ്കിൽ 3 പേര് ഗേൾസാണ്. അപ്പോൾ ബോയ്സ് എന്താ? 8ൽ 8 പേരുണ്ട്, ബാക്കി 5. 8 പേര് 3 ഗേൾസ് എങ്കിൽ 8 പേര് 5 അല്ലേ ബോയ്സ്. ഓക്കെ, 1/3 of the number of boys are below 10 years and 2/3 of the number of girls is also below 10 years. ഓക്കെ, അപ്പോൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, 10 വയസ്സിൽ കുറവുള്ള ബോയ്സിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്, ഗേൾസിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്. ബോയ്സിൻ്റെ എണ്ണം എന്താ 1/3, അതായത് ഇതിൻ്റെ 1/3 എന്ന് വെച്ചാൽ എന്താ? ഇതിൻ്റെ ഇൻറ്റു 1/3 വരും. എന്ത് വരും? 5 താഴെ എന്താ? 8/3 എന്താ? 24. ഓക്കെ, അപ്പോൾ 1/3 ഓഫ് ദ ബോയ്സ് ആർ ബിലോ 10 ഇയേഴ്സ്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? 2/3 ഓഫ് ദ നമ്പർ, ഇതിൻ്റെ 2 3 എന്ന് പറയുമ്പോൾ എന്ത് വരും? 3 × 2 6, താഴെ 24. താഴെ 24 വന്നാൽ നമുക്ക് ഭയങ്കര എളുപ്പമായി. അത് മാത്രമല്ല, എന്തും കൂടെ എളുപ്പമായി. ഇത് രണ്ടും എന്താണെന്ന് പറയുന്നത്? 10 വയസ്സിൽ കുറവുള്ള ആൾക്കാരാണ്. അപ്പോൾ 10 വയസ്സിൽ കുറവുള്ള ആൾക്കാരെന്താ? രണ്ടും കൂടെ എന്താ? 6/24 + 5/24, അഥവാ 6 + 5/24 എന്ന് വെച്ചാൽ എന്താ? 11/24.
എളുപ്പമായില്ലേ? ഇനി ഞാനൊരു കാര്യം ചോട്ടെ, 10 വയസ്സിൽ കുറവുള്ള 2 ഗേൾസും ബോയ്സും കൂടെയുള്ള ടോട്ടൽ 11/24 ആണെങ്കിൽ, അതായത് 24 പിള്ളേരിൽ 11 പേർ 10 വയസ്സിൽ കുറവുള്ളവരാണെങ്കിൽ 10 വയസ്സ് അതിൽ കൂടുതലുള്ളവരെന്താ? 24 11 മാറിയാൽ എന്താ? 13. അപ്പോൾ 13/24 എന്നുള്ളത് എന്താ? 10 വയസ്സോ അതിൽ കൂടുതലുള്ളവർ. എന്ത്? 13/24. 11/24 13/24 കൂടിയ ടോട്ടൽ. അപ്പോൾ 11/24 11 പേർ 10 വയസ്സോ അതിൽ ഉള്ളവരായതുകൊണ്ട് 24 13 പേർ 10 വയസ്സോ അതിൽ കൂടുതലുള്ളവരാണ്. അല്ല സോറി, ഇത് 10 വയസ്സ് കുറവുള്ളത്, 10 വയസ്സോ അതിൽ കൂടുതലുള്ളവരാണ്. 24 13 പേർ. ഇപ്പം ചോദിച്ചിരിക്കുന്നത് എന്താ? ഇഫ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഓഫ് ഏജ് 10 or more years ഈസ് 260. അതിൻ്റെ ഒറിജിനൽ ഫിഗറും തന്നു. കണ്ടോ? ഇപ്പം നമ്മൾ മിഷനിലെത്തി. നമുക്ക് ഒറിജിനൽ തന്നു, റേഷ്യോയിലുള്ളത് തന്നു. അപ്പോൾ ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ സത്യം കണ്ടുപിടിക്കാനുള്ള ഫാക്ടർ കിട്ടും. അപ്പോൾ ഡിവൈഡ് ചെയ്യൂ. അപ്പോൾ 260/13/24 എന്നുള്ളതിനെ നമുക്ക് 24 മേളിൽ ഓൾറെഡി എടുത്തൂടെ? മേളിൽ പോയില്ലേ? താഴെ ആയതുകൊണ്ട് 24 13 എന്ന് വരും അല്ലേ? ഇതെന്താ? 20 അല്ലേ? അപ്പോൾ 20 × 24 എന്ത് വരും? 8 4 450. അപ്പോൾ 450 സത്യം കണ്ടുപിടിക്കാനുള്ള ഫാക്ടർ. സത്യം എന്താ ചോദിച്ചിരിക്കുന്നത്? എന്താ സത്യം? ബോയ്സിൻ്റെ എണ്ണം. അപ്പോൾ 450 കൊണ്ട് 5/8 മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഇൻറ്റു 5/8. 450 5/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ബോയ്സിൻ്റെ എണ്ണം കിട്ടില്ലേ? എന്താ ഇതെന്താ? 60 × 5 എന്ത് വരും? 300 ബോയ്സ് ആണ് ഉള്ളത്. എന്താ ഓപ്ഷൻ? എന്താ വരുന്നത്? 300. ഓപ്ഷൻ 300 എഴുതിയിട്ടുണ്ടോ? ഓപ്ഷൻ ബി ആണ് 300 വരുന്നത്. ഓക്കെ. അപ്പോൾ മനസ്സിലായല്ലോ? അടുത്ത ചോദ്യത്തിൽ പോവാം. ഓക്കെ, ഈ ചോദ്യം നോക്കാം. ബൈ ആഡിങ് 3 and 5 ഇൻ എ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഓഫ് എ ഫ്രാക്ഷൻ ഇറ്റ് ബിക്കംസ് 2/3. ഇഫ് 1 and 3 ആർ സബ്ട്രാക്റ്റഡ് ആൻഡ് ആഡഡ് ഫ്രം ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ റെസ്പെക്റ്റീവ്ലി ഇറ്റ് ബിക്കംസ് 2/5. ഓക്കെ, ഇപ്പോൾ x/y എന്നൊരു ഫ്രാക്ഷൻ ഉണ്ട്. അതിൽ എന്താണ്? ന്യൂമറേറ്ററിനോട് 3ഉം ഡിനോമിനേറ്ററിനോട് 5ഉം കൂട്ടിയാൽ ഒരു ഇത് കിട്ടും. അതുപോലെ തന്നെ വേറൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഇങ്ങനെ എടുത്ത് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആവും. ഓക്കെ, സോ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ഗസ് വർക്കോ അല്ലെങ്കിൽ ഓപ്ഷൻസ് നോക്കിയിട്ട് തന്നെ നമ്മൾ എന്താ പെട്ടെന്ന് കണ്ടുപിടിക്കാം. കാരണം 5 കൂട്ടി 3 കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 3 കൂട്ടുക 5 കൂട്ടുക, പിന്നെ എന്താ 1 കുറയ്ക്കുക 3 കുറയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈസി ആയിട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നത്തെ ഓപ്ഷൻസ് പ്രത്യേകം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓപ്ഷൻ 5/7 6/7 7/6 7/5. നിങ്ങൾ ആദ്യത്തെ ഓപ്ഷൻ നോക്ക്. 5/7 5/7 നോക്കിയേ. എന്താ പറഞ്ഞിരിക്കുന്നത്? ന്യൂമറേറ്ററിനോട് 3 ആഡ് ചെയ്യണം, ഡിനോമിനേറ്ററിനോട് 5 ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് വരും? 8/12. അപ്പോൾ എന്ത് വരും എന്ന് പറഞ്ഞാൽ 2/3 വരും. ഇത് 2/3 തന്നെയല്ലേ? കാരണം എന്താ? 8/12 എന്നുള്ളത് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ? 2/3 വരും. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഉടനെ ഈ ഓപ്ഷനെ നോക്കാൻ പാടില്ല. വേറൊരു രീതിയിൽ നമുക്ക് ഓപ്ഷൻ ബി അത് തന്നെ ഇട്ട് നോക്കാം. പിന്നെ വേറൊരു കാര്യം കൂടെ ചെയ്തു നോക്കാം. ഇതിങ്ങനെ ചെയ്ത് വെച്ചില്ലേ? ഇത് സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയില്ല. ഉടനെ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ ബി നോക്കിയേ. ഓപ്ഷൻ ബിയിൽ 6/7 6/7 ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയാൽ തന്നെ നിങ്ങൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ വായിച്ചു നോക്കിയേ. ഇഫ് 1 and 3 ആർ സബ്ട്രാക്റ്റഡ് ആൻഡ് ആഡഡ് ഫ്രം ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ റെസ്പെക്റ്റീവ്ലി, അതായത് ന്യൂമറേറ്ററിൽ നിന്ന് 1ഉം ഡിനോമിനേറ്ററിൽ നിന്ന് 3ഉം കുറച്ചാൽ 2/5 വരാനുള്ള സാധ്യത. എന്താ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ന്യൂമറേറ്ററിൽ നിന്ന് 1 കുറയ്ക്ക് എന്ത് വരും? 5 വരും. 5നെ നിങ്ങൾ എങ്ങനെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 2/5 വരുമോ? ഇല്ല, 2 വരില്ല. 5 പകുതിയായി പോയി കഴിഞ്ഞാൽ 2.5 പോവുള്ളൂ. അപ്പോൾ അത് വരില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു. അപ്പോൾ നമ്മൾ ബി പെട്ടെന്ന് കട്ട് ചെയ്തു. അപ്പോൾ ബീനെ ഞാൻ വിട്ടു. പിന്നെ എന്താ ഉള്ളത്? സിയും ഡിയും. സിയും ഡി നോക്കിയാൽ സി എന്താ? 7/6. 7/6 3 കൂട്ടിയാൽ എന്താ? 10. 5 കൂട്ടിയാൽ 11. പറ്റില്ലല്ലോ, അപ്പോൾ അതും പോയി, സിയും പോയി. ഇനി ഡി 7/5. 7ൻ്റെ കൂടെ എന്താ? 10. 5ൻ്റെ കൂടെ 5 തന്നെയല്ലേ? 5 5 10 വന്നില്ല, 1 വന്നു. അപ്പോൾ എന്താ? അപ്പോൾ എ തന്നെയാണെന്ന് നമുക്ക്
ഉറപ്പായി, പിന്നെ അല്ലേ ബാക്കിയുള്ളൂ. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ രണ്ടാമത്തെ കണ്ടീഷൻ കൂടെ ഒന്ന് ഉറപ്പ് വരുത്തണം സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ. എന്താ രണ്ടാമത്തെ കണ്ടീഷൻ? ആദ്യത്തെ കണ്ടീഷനോട് സാറ്റിസ്ഫൈ ആയി 2/3. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ഇഫ് 1 and 3 ആർ സബ്ട്രാക്റ്റഡ് ആൻഡ് ആഡഡ് ഫ്രം ദ, ഇപ്പം ഈ പറഞ്ഞ തന്നെ 1 കുറയ്ക്കുന്നു, എന്താണ് ഡിനോമിനേറ്ററിനോട് 3 കൂട്ടുന്നു, 3 കൂട്ടുന്നു, അപ്പം എന്തായി 4/10 എന്ന് പറഞ്ഞാൽ എന്താ 2/5 അല്ലേ? അപ്പോൾ 2/5 വന്നു. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ആയി. അതുകൊണ്ട് ഓപ്ഷൻ എ 5/7 ആണ് ഉത്തരം. അപ്പോൾ ഇങ്ങനെയുള്ള ചില പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്ന് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് ഓപ്ഷൻസിൽ നിന്ന് തന്നെ സോൾവ് ചെയ്യാൻ നോക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് ഇത് അങ്ങനെ തീരുമാനിക്കാമെന്ന്. അങ്ങനെ തീരുമാനം എന്നുള്ളത് ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്യുന്നില്ലേ? ഇപ്പോൾ വർക്കൗട്ട് ചെയ്തപ്പോഴല്ലേ കണ്ടത്, ഇങ്ങനെ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ പഠിക്കുന്നു, നമ്മളിനി എക്സാമിൻ്റെ മുമ്പ് കുറേ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ചോദ്യം കണ്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്കത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ യൂസ്ഡ് ആവും. ഓക്കെ, അടുത്ത ക്വസ്റ്റിനെ പോവാം. ഓക്കെ, ഈ ചോദ്യം നോക്ക്. എ, ബി ആൻഡ് സി spent 80%, 85% and 75% of their incomes respectively. So if their savings are in the ratio 8:9:20 and the difference between the incomes of A and C is rupees 18,000, then the income of B is what? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ബേസിക്കലി പറഞ്ഞിരിക്കുന്നത് എ എന്നും ബി എന്നും സി എന്നും പേരിൽ 3 ആൾക്കാരുണ്ട്. അവരുടെ ഇൻകം എക്സ്പെൻഡിച്ചറിൻ്റെ പരിപാടികളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻകം ഉണ്ട്, അതിനുണ്ട്. അപ്പോൾ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് എക്സ്പെൻഡിച്ചർ പറ. എക്സ്പെൻഡിച്ചർ നോക്ക്. എയുടെ എക്സ്പെൻഡിച്ചർ എന്താ? എക്ക് കിട്ടുന്നതിൻ്റെ 80% എ എക്സ്പെൻഡിച്ചറുണ്ട്, ബിക്ക് കിട്ടുന്നതിൻ്റെ 85% എക്സ്പെൻഡിച്ചറുണ്ട്, സിക്ക് കിട്ടുന്നതിൻ്റെ 75% ഓക്കെ എക്സ്പെൻഡിച്ചറുണ്ട്. അതിൻ്റെ റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങളെ വേറൊരു കാര്യം ശ്രദ്ധിക്കട്ടെ. സാധാരണ നമുക്ക് ഇങ്ങനത്തെ ഇൻകം എക്സ്പെൻഡിച്ചർ തരുമ്പോൾ എങ്ങനെയാണ് തരുന്നത്? അത് തമ്മിലുള്ള രണ്ടും റേഷ്യോ ആയിരിക്കും. എന്നാൽ ഇവിടെ ഒരെണ്ണം ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഓൾറെഡി പറഞ്ഞിട്ടുള്ള പേഴ്സൻറ്റേജിലല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പേഴ്സൻറ്റേജിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ടോട്ടൽ നമുക്ക് 3 പേരുടെയും 100ൻ്റെ ടേംസിൽ എടുക്കാം. 100ൻ്റെ ടേംസിൽ. അപ്പോൾ എന്താ? എയുടെ 100x എന്ന് എടുക്കാം, ബിയുടെ 100y എന്ന് എടുക്കാം, സിയുടെ 100z എന്ന് എടുക്കാം. അപ്പം നിങ്ങൾ ചോദിക്കും 3 എന്താ 100 എന്ന് എടുക്കാത്തത്? 100 എടുക്കാൻ പറ്റില്ല, കാരണം യാഥാർത്ഥ്യത്തിൽ 3 പേരുടെയും സാലറി ഒന്നല്ല. പക്ഷേ പേഴ്സൻറ്റേജ് പറഞ്ഞുകൊണ്ട് 100ൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് എടുക്കുക. അതുകൊണ്ടാണ് എക്സും വൈയും ഇസഡും. ആ എക്സും വൈ ഇസഡും ആണ് ഇവർ തമ്മിൽ ഡിഫറൻസ് കൊണ്ടുവരാനായിട്ട് നമ്മൾ ഇട്ടത്. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയി. അപ്പോൾ ഇവിടെ 100x എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ പേഴ്സൻറ്റേജിൻ്റെ എന്താ പ്രസക്തി പോവും. കാരണം 100ൽ ഇത്ര എന്ന് പറയുന്നല്ലേ പേഴ്സൻറ്റേജ്. അപ്പോൾ 100 അവിടെ വന്നു കഴിഞ്ഞു, 100 വന്നാൽ പേഴ്സൻറ്റേജിൻ്റെ സിമ്പിൾ അങ്ങോട്ട് മാറ്റുക. അപ്പം ഓക്കെ ആയല്ലോ. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? എന്തിൻ്റെ റേഷ്യോ? സേവിങ്സിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. സേവിങ്സിൻ്റെ റേഷ്യോ എന്താ? 8:9:20 ആണ്. അപ്പോൾ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ പോയി കഴിഞ്ഞാൽ ഇൻകത്തിൽ നിന്ന് വേറെ ഉണ്ട്. ഇതും നമ്മൾ എക്സ് വൈ ഇസഡ് അങ്ങനെ വിചാരിക്കണം കേട്ടോ, അത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ പോയാൽ എന്താ? സേവിങ്സ്. അപ്പോൾ സേവിങ്സ് എന്താ? 100x 100x പോയ 20x. ഇവിടെ എന്താ? 15y. ഇവിടെ എന്താ? 25z. ഇതാണ് സേവിങ്സ്. ഇൻകത്തിൽ നിന്ന് എക്സ്പെൻഡിച്ചർ പോയി. ഇതിൻ്റെ റേഷ്യോ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇതിൻ്റെ റേഷ്യോ ആണ് എന്ത്? 8:9:20. മനസ്സിലായോ? അതായത് 20x എന്ന് പറഞ്ഞാൽ 8 ആണ്. 20x എന്ന് പറഞ്ഞാൽ 8 ആണ്. 20x എന്ന് പറഞ്ഞാൽ 8 ആണെങ്കിൽ x എന്ന് പറഞ്ഞാൽ 8/20 അല്ലേ? x എന്ന് പറഞ്ഞാൽ 8/20. അപ്പോൾ ഈ 8/xൻ്റെ വാല്യൂ ഇവിടെ ഇട്ടാൽ പോരെ? എക്സിൻ്റെ വാല്യൂ ഇവിടെ ഇട്ടാൽ പോരെ? എന്താ? 8/20. വൈയുടെ വാല്യൂ എന്ത് വരും? 15y ആണെങ്കിൽ വൈയുടെ വാല്യൂ 9/15 വരും. വൈയുടെ വാല്യൂ 9/15 വരും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 2നെയും 3/5 വരും. അപ്പോൾ 100 × 3/5. ഇസഡിൻ്റെ വാല്യൂ എന്താ? 20/25. എന്ത് വരും? 20/25 എന്ന് പറയുമ്പോൾ എന്താണ്? 4/25
എന്താ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4/5 വരും അല്ലേ, ഇൻറ്റു 4/5 വരും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എയുടെയും ബിയുടെയും സിയുടെ റിയൽ വാല്യൂസ് കിട്ടുമല്ലോ, കിട്ടും. പക്ഷെ അവിടെ എല്ലാം കണ്ടുപിടിക്കണോ? വേണ്ട. പറഞ്ഞിരിക്കുന്നത് എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻകംസ് ഓഫ് എ ആൻഡ് സി 18,000 ആണെന്ന്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻകംസ് ഓഫ് എ ആൻഡ് സി 18,000 ആണ്. ഓ സോറി, ഇത് റേഷ്യോ തന്നെ കേട്ടോ, റിയൽ അല്ല. എ ആൻഡ് സി 18,000 ആണ്. അങ്ങനെയാണെങ്കിൽ ബിയുടെ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ റേഷ്യോസ് കൂടെ കണ്ടുപിടിക്കാം. അത് അപ്പോൾ ഇത് മായ്ക്കുകയാണേ, ഇത് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇറക്കി എഴുതുക. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? ഇതെന്താ? 5. എന്ത് വന്നു? റേഷ്യോ എന്ത് വന്നു? 5/8 40. ഇവിടെയോ 20/3 60. ഇവിടെയോ 80 അല്ലേ? 40 60 80 എന്ന് വന്നു. 80 തന്നെയല്ലേ? 5×20 100. 20×4 80. ഓക്കെ. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? അപ്പോൾ ഈ റേഷ്യോയിലോട്ട് വന്നു. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താ? എയും സിയും തമ്മിൽ ഡിഫറൻസ് 18,000. എയും സിയും, അതായത് 80 നിന്ന് 40 പോയാൽ എന്താ? 80 നിന്ന് 40 പോയാൽ 40. റേഷ്യോയിൽ ഡിഫറൻസ് 40. റിയൽ ആയിട്ടുള്ള ഡിഫറൻസ് 18,000. റേഷ്യോയിലെ ഡിഫറൻസ് 40, റിയൽ ആയിട്ടുള്ള ഡിഫറൻസ് 18,000. അപ്പോൾ എന്താ സത്യം കണ്ടുപിടിക്കാനുള്ള ഫാക്ടർ എന്താ? 18,000/40. 18,000/40 എന്ന് വരും. എന്താവും? എന്താ? 1800/4 എന്ന് വരും. 1800/4. $450 വരില്ലേ? അപ്പോൾ 450 നമ്മൾ സത്യം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫാക്ടർ. എന്താ വേണ്ട സത്യം? എന്താ? ഇൻകം ഓഫ് ബി. 450 എന്താ സത്യം? അങ്ങനെയല്ല കണ്ടുപിടിക്കുന്നത്. 450 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 450 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 45×6 ചെയ്തിട്ട് 2 0 ഇട്ടാൽ പോരെ? 45×6 എന്താ? 2 0. അപ്പോൾ എന്താ? ബിയുടെ ഇൻകം 27,000 രൂപ. ഓപ്ഷൻ ബി. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം പോവാം.